വുഡിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു അതിനൊക്കെ നമ്മൾ സ്റ്റീലിൽ ഇടും. സോ GI നമുക്കൊരു 2 lakh സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 2 lakh ഇതും സ്റ്റീൽ തന്നെയാണ് ചെയ്തിട്ട്? ഇതും ടോട്ടലി സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഞാൻ ഒന്ന് അടിച്ചു നോക്കട്ടെ ആദ്യം. ഏറ്റവും ഡ്യൂറബിൾ മെറ്റീരിയൽ ആണ്. ഇത് ഇമ്പോർട്ടഡ് ഇറ്റാലിയൻ പോർസലീൻ സ്ലാബ്സ് ആണ്. ഇവിടെ സ്റ്റീൽ കിച്ചന്റെ ബാക്കിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ഇതിന്റെ പ്രൈസസും അറൗണ്ട് 23,000. അതായത് ഒരു സൈറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇവിടെ തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കും. ഓക്കെ, ഇതൊക്കെ എവിടെയുണ്ടെന്ന് ആർക്കും അറിയാത്ത മോഡലാണ് അല്ലേ? പെർ സ്ക്വയർ ഫീറ്റ് നമുക്ക് ഒരു 7-8 ഡിഫറെന്റ് ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റും. അതുപോലുള്ള കിച്ചണുകൾ ചെയ്യുകയാണെങ്കിൽ 3 ലക്ഷം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വാവ്, ഒരു വലിയ സ്റ്റോറേജ് തന്നെ ഇതിനകത്ത് നമുക്ക് ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡുലാർ കിച്ചണുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള മെറ്റീരിയൽ വരുമ്പോൾ ഏത് ഉപയോഗിക്കണമെന്ന് എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് മലയാളിക്ക് ഉണ്ടാകുന്ന ഒരു ആശങ്ക എപ്പോഴും ഹൈജീൻ ആയിരിക്കണം എന്നുള്ളതാണ്. അതുമാത്രമല്ല, ചെതല് പിടിക്കാതിരിക്കുന്ന മെറ്റീരിയൽ ആവണം, റസ്റ്റ് പ്രൂഫ് ആയിരിക്കണം, സ്ക്രാച്ച് പ്രൂഫ് ആയിരിക്കണം, ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളാണ് മലയാളിക്ക്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ സ്റ്റീൽ കൊണ്ടുള്ള കിച്ചണുകൾക്ക് പ്രാധാന്യം വരുന്നതും അത് ഏകദേശം 27 വർഷങ്ങളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ വന്നിരിക്കുന്നത്. സ്റ്റീൽ കൊണ്ടുള്ള കിച്ചൺ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സ്റ്റീലാണ്. അതുപോലെ തന്നെ സ്റ്റീലിനെ സ്റ്റോൺ കൊണ്ടും ഗ്ലാസ് കൊണ്ടും അല്ലെങ്കിൽ PU ഫിനിഷിലൊക്കെ കൊണ്ടുവന്ന് മനോഹരമായിട്ടുള്ള ഡിസൈൻ കൊണ്ടുവരിക എന്നുള്ളത്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ലുസാരിയോ ബ്രാൻഡിന്റെ സ്റ്റീൽ കിച്ചണുകൾ പരിചയപ്പെടുത്താൻ ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൽ ഒരുപാട് വർഷമായി പ്രവർത്തിക്കുന്ന അവരുടെ ഫാക്ടറിയിലും ഡിസ്പ്ലേ ഷോറൂമുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലും ഉണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ. ഹൈജീൻ കിച്ചന്റെ രാകേഷ് സർ ആണ് ഉള്ളത്. ഹായ് സർ. ഹായ്. വളരെ ഭംഗിയായിട്ടുള്ള ഡിസ്പ്ലേ. കിച്ചണുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ മലയാളിക്കും കൺസെപ്റ്റുകളാണ് അല്ലേ? വ്യത്യസ്ത മെറ്റീരിയൽ വേണം, വ്യത്യസ്ത ഡിസൈനിൽ വേണം. പലരും ശ്രദ്ധിക്കാതെ പോകുന്നത് അതിൻ്റെ ഡ്യൂറബിലിറ്റിയാണ്. ഈ ഹൈജീൻ കിച്ചൺസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഫൗണ്ട് ചെയ്യുന്നത് 2016-ലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രാൻഡാണ് ലുസാരിയോ എന്ന് പറയുന്നത്. ലുസാരിയോ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്സോറിയസ് ഫിറ്റിംഗ്സ് ഫോർ മോഡുലർ കിച്ചൺസ് ആൻഡ് വാർഡ്രോബ്സ്. അതായത് വീടുകളിലേക്ക് വേണ്ടിയിട്ടുള്ള കിച്ചൺസ് ആൻഡ് വാർഡ്രോബ്സ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഞങ്ങൾ സ്റ്റീലിലാണ് ഉണ്ടാക്കുന്നത്. വി ആർ നോട്ട് യൂസിങ് എനി കൈൻഡ് ഓഫ് വുഡ് മെറ്റീരിയൽസ്. അപ്പോൾ ഇത് SG ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അണ്ടറിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിലുടനീളം ഞങ്ങൾ നല്ലധികം പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളുള്ളത് ഇവിടെ ഒരു ഫാക്ടറിയിൽ തന്നെയാണ്. ഫാക്ടറി എന്ന് പറഞ്ഞാൽ വിശാലമാണ് അല്ലേ? ഒരുപാട് പ്രോസസ് ഉണ്ട് ഒരു കിച്ചൺ ആയി വരാൻ. CNC ബെൻഡിങ് മെഷീനാണ് ഇത്. നമ്മൾ ഷീറ്റ് കട്ടായി കഴിഞ്ഞ ഉടനെ തന്നെ ഇത് CNCയിൽ ഫോം ചെയ്യും. അതൊരു പാനലായിട്ട് ഫോം ചെയ്തെടുക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ 20 mm വുഡ് പാനൽ പോലെ തന്നെ ഈ സ്റ്റീലിന്റെ 1 mm ഷീറ്റ് നമ്മൾ ബെൻഡ് ചെയ്തിട്ട് CNCയിൽ ഫോം ചെയ്തത്. CNC ഉപയോഗിക്കുന്നതിന്റെ കാരണം അത് നമുക്കൊരു അക്യൂറേറ്റ് ആയിട്ട് കിട്ടും. ഇവിടെ ഇത് ചെയ്ത ഒരു ഷീറ്റാണ് തോന്നുന്നത്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പാനലാണ്. അപ്പോൾ ഇത് നമ്മളിത് ബെൻഡ് ചെയ്തിട്ടുള്ളൂ. അതെ, ബെൻഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, CNC വരിക എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കട്ടിങ് വരുന്നത്. അതെ, ലേസർ മെഷീനിൽ ഇത് കട്ട് ചെയ്തിട്ട് നമ്മളിത് ഫോം ചെയ്തെടുക്കും. അപ്പോൾ അങ്ങനെയാണ് ഒരു 20 mm പാനൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു കിച്ചണായി. ഇനിഷ്യലി നമ്മൾ ആക്ച്വലി ഇത് പ്രൊജക്ട്, ഞങ്ങൾക്ക് ഒരു പ്രൊജക്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ഡിസൈനിങ് സ്റ്റേജ് ഉണ്ട്. ആ ഡിസൈൻ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ 3Dയിലാണ് ചെയ്യുന്നത്. അത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിന്റെ ഒരു കിച്ചൺ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കിച്ചൺ ഞങ്ങൾ കമ്പ്യൂട്ടറിൽ ജനറേറ്റ് ചെയ്യും. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഓരോരോ പാർട്സ് എടുത്തിട്ട് ലേസർ മെഷീൻ കൊടുക്കുന്നത്. അപ്പോൾ ആ ലേസർ മെഷീനിൽ കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഇത് CNC മെഷീനിൽ വരും. പിന്നെ അവിടെ നിന്ന് ബെൻഡ് ആവും. ഇനി അതല്ലാതെ ഇവിടെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരുപാട് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഞാനിപ്പോ ഇത് കണ്ടപ്പോ ഇതൊക്കെ ഒരു മെഷീനുകളാണ്. എന്താണ് ഇത് ആക്ച്വലി റെസ്റ്റോറൻറ്റ്സിനും ഹോട്ടൽസിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ്. അതിപ്പോൾ ഇത് 27 ഇയേഴ്സ് കൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ മേഖലയാണിത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ്സ് ഹോട്ടൽസിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഐറ്റംസ്, അതായത് ഫ്രം സ്ക്രാച്ച്. ഇപ്പോൾ നിങ്ങൾക്ക് വാഷിംഗ് എക്യുപ്മെന്റ് വേണമെങ്കിൽ വാഷിംഗ് എക്യുപ്മെന്റ്, പ്രിപ്പറേഷൻ എക്യുപ്മെന്റ്, സ്റ്റോറേജ് എക്യുപ്മെന്റ്, കുക്കിംഗ് എക്യുപ്മെന്റ്, റെഫ്രിജറേഷൻ എക്യുപ്മെന്റ് എല്ലാം ഈ ഫാക്ടറിയിൽ ഞങ്ങൾ സ്വമേധ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ കാണുന്നത് പൈപ്പ് കട്ട് ചെയ്യാണോ? അതെ, ഈ ഒരു മെഷീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഷീറ്റും പൈപ്പും ഒരുമിച്ച് കട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇത് ലേസർ മെഷീനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പൈപ്പിന് ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ പർപ്പസ് മെഷീനറിയാണ്. അത്യാവശ്യം വലിപ്പമുണ്ടല്ലോ. അതെ, ഇത് 4x8 അതുപോലെ തന്നെ 5x10 ഷീറ്റ് വരെ കട്ട് ചെയ്യാൻ പറ്റും. ഇത് സെൽഫ് ലോഡിംഗ് ആണ്. ഒരു ഷീറ്റ് കട്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വേറൊരു ഷീറ്റ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമ്മളുടെ സ്റ്റീൽ കൊണ്ടുള്ള ഒരുപാട് വർക്കുകൾ കണ്ടു. പക്ഷേ സ്റ്റോൺ ഡോറും അല്ലെങ്കിൽ ഗ്ലാസ് ഡോറും അത് ഏത് രീതിയിൽ ചെയ്യുന്നത്? അത് ആക്ച്വലി ഞങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി ആണ്. ഇത് ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്ന ഗ്ലാസ് എന്ന് പറയുന്നത് 2 mm ഗ്ലാസ് ആണ്. അത് ബ്രേക്കബിൾ, അത് റിയൽ ഗ്ലാസ് ആണ്. അത് ഞങ്ങൾ ലാക്വർ ചെയ്തിട്ട് ഇൻ ഹൗസിൽ തന്നെ ഞങ്ങൾ
ലാക്വറിങ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഓക്കെ. ആദ്യം ലാക്വറിങ് ചെയ്തിട്ട് ആ സൈസിന് വേണ്ടി കട്ട് ചെയ്തിട്ട് നമ്മളിവിടെ അതിന് ബാക്കിംഗ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്റ്റീൽ ആൻഡ് അലൂമിനിയം 2 ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% വാട്ടർ പ്രൂഫ് ആണ്. വെച്ചിട്ട് ഫില്ല് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ നമ്മൾ ഒരു ലെയർ ഓഫ് അഡേസീവ് സ്പ്രേ ചെയ്യും. ഓക്കെ. അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്തിരുന്ന ഒരു അഡേസീവ് ആണ്. അതിനൊരു സ്പെഷ്യൽ ഒരു കപ്പാസിറ്റി ഉണ്ട്. അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഗ്ലാസും സ്റ്റീലും ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു സ്പ്രേ, അതായത് നമ്മൾ ഗമ്മ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വാക്വം മെഷീനിൽ കൊണ്ടുവന്നിട്ട് അതിനകത്തുള്ള എയർ എല്ലാം വലിച്ചിട്ട് അത് പ്രസ് ചെയ്യും. സോ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി 100% എയർ ബബിൾ പ്രൂഫ്. ഓക്കെ. അപ്പോൾ അത് ഒരു കാലത്ത് നമ്മൾ ഇളകി വരില്ല. അപ്പോൾ ഇതേ പ്രോസസ്സ് തന്നെയാണ് സ്റ്റോണിനും. സ്റ്റോൺ എന്ന് പറയുന്നത് നമുക്ക് 1 മീറ്റർ ബൈ 3 മീറ്റർ ഒരു സ്ലാബ് കിട്ടും. അപ്പോൾ അതിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതേ സെയിം പ്രോസസ്സ് തന്നെയാണ് സ്റ്റോൺ ഡോറിന് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മുടെ ഡോർ അല്ലേ? അതെ. ഇത് അലൂമിനിയം ബാറ്റിൽ ഗ്ലാസ് ഡോർ ആണ്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രൊജക്ഷൻ കാണും, ഒരു 1 mm പ്രൊജക്ഷൻ കാണും. അപ്പോൾ ഈ പ്രൊജക്ഷനാണ് നമ്മൾ ലെവൽ ചെയ്തിട്ട് അതിനെ ഒരു ചാംഫറിങ് ഉണ്ടാക്കും. അതായത് ഷാർപ്പ് എഡ്ജസ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെ, ഇത് ഷാർപ്പാണ്. അതെ, ഇപ്പൊ ഷാർപ്പാണ്. അപ്പോൾ ഇത് ഈ എഡ്ജിനെ ലെവലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ലുക്ക് വരുന്നത്, അസ്തെറ്റിക് ലുക്ക് വരുന്നത് അത് കാണാനാണ്. ഇത് ഗ്ലാസ് ആണെന്ന് ഫീൽ ചെയ്യും വേണം. ഓക്കെ, അത് കൊടുക്കാം. ഓക്കെ, എഡ്ജ് ക്ലിയർ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു മെഷീനിൽ ഇങ്ങനെ വെക്കുന്നു അല്ലേ? അതെ, ഇതിൽ നമ്മൾ പാസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഡയമണ്ട് വീൽസ് ഉണ്ട്. ഗ്ലാസിനും സ്റ്റോണിനും ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വീൽസ് ആണ്. ഓക്കെ. അപ്പോൾ അത് വെച്ചിട്ട് ഒരു 3 ഫേസ് ആണ്. ആദ്യം അതിൻ്റെ എഡ്ജ് പോളിഷ് ചെയ്യും, പിന്നെ അത് ചാംഫറിങ് ആകും, പിന്നെ ഒരു ഫൈനൽ പോളിഷിങ് ചെയ്യും. അപ്പോൾ ആ ഒരു ഫിനിഷിങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫിനിഷ്ഡ് ഡോർ ആയിരിക്കും. ഫിനിഷ്ഡ് ഡോർ ആയിരിക്കും. അതാണ് നമ്മുടെ കിച്ചണുകളിൽ ഉപയോഗിക്കുന്നത്. നമ്മളൊരു കിച്ചണിന്റെ ബാക്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ കിച്ചണിന്റെ ബാക്കിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ഒരുപാട് മെഷീനറികൾ അല്ലെങ്കിൽ ഒരുപാട് ലാബേഴ്സ് പലതരം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് ഇത് ചെയ്യുന്നത്? ഇത് ലേസർ വെൽഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ആക്ച്വലി യൂഷ്വലി സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നമുക്ക് വെൽഡിംഗ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ടിഗ് വെൽഡിങ്ങിലാണ്. അതെ. ഇതെന്ന് പറഞ്ഞാൽ അതിനേക്കാട്ടിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെൽഡിംഗ് ആണ്, ലേസർ ഉപയോഗിച്ചിട്ടുള്ള വെൽഡിംഗ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നല്ല ഫിനിഷിംഗ് കിട്ടും, പിന്നെ അധികം ചൂടാവത്തില്ല, ഷീറ്റിന് ബൾജിങ് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവത്തില്ല, പിന്നെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള 0.6 mm വരെ വെൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഓക്കെ. ഇതല്ലാതെ ഇവിടെ ഒരുപാട് മെഷീനറികളാണ്. എന്തൊക്കെയാണ് സാധാരണ ഒരു കിച്ചൺ അതിന്റെ വർക്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ? സാധാരണ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫാബ്രിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി ഇനിഷ്യലി ഒരു ഡിസൈൻ വേണം, പ്രൊഡക്ഷൻ ഡിസൈൻ വേണം. അത് നമ്മൾ സോളിഡ് ഡോർസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സോഫ്റ്റ്വെയറിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡ്രോയിങ്സ് ആണ്. ഇതിപ്പം റെഫ്രിജറേഷൻ സെക്ഷനാണ്. നമുക്ക് കുക്കിംഗ് എക്യുപ്മെൻറ്റ് ഉണ്ടാക്കുന്ന സെഗ്മെൻ്റ് ഉണ്ട്, പിന്നെ പ്രിപ്പറേഷൻ എക്യുപ്മെൻറ്റ്, സ്റ്റോറേജ് എക്യുപ്മെൻറ്റ്, പിന്നെ കൊമേഴ്ഷ്യൽ കിച്ചൺ അല്ലാതെ തന്നെ മോഡുലർ കിച്ചൻ്റെ വേറൊരു സെക്ഷൻ. അവിടെയാണ് നമ്മൾ വീടുകളിലേക്കുള്ള വാർഡ്രോബ്സ്, കിച്ചൺസ് എല്ലാം ചെയ്യുന്നത്. ഓക്കെ. ഇതൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ആ ഷീറ്റിനെ എടുത്തിട്ട് അല്ലേ? വലിയ ഷീറ്റാണ്. അതെ. ഞങ്ങൾ എത്ര സൈസ് വരുന്നത്? ജിന്താളിൽ നിന്നാണ് ഞങ്ങൾ മേടിക്കുന്നത്. ജിന്താളിൽ നിന്ന് ഡയറക്റ്റ് മേടിക്കുന്നതാണ് മെറ്റീരിയൽ. അതിനകത്ത് നമ്മൾ ആ ഫോയിലിൻ്റെ മുകളിൽ തന്നെ പ്രിന്റഡ് കാണും അതിൻ്റെ ഗ്രേഡ് ഏതാണ്. അപ്പോൾ ഒരു തരത്തിലുള്ള ചീറ്റിംഗ് ഇവിടെ നമ്മൾ അത് ചെയ്യത്തില്ല. ഓക്കെ. അപ്പം അതിനകത്തിൽ ഏത് തിക്നെസ് ആണ്, ഏത് ഗ്രേഡ് ആണെന്നുള്ള ഫോയിലിൻ്റെ മുകളിൽ കാണും. അപ്പോൾ ആ മെറ്റീരിയൽ നമ്മൾ ബൾക്കായിട്ടാണ് എടുക്കുന്നത്. അതായത് കൊമേഴ്ഷ്യൽ കിച്ചൻ്റെയും ഞങ്ങളുടെയും കൂടെ ഒരുമിച്ചായിട്ടുള്ള സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ആണ്. അപ്പം ഒരുമിച്ചുള്ള ബൾക്കായിട്ടുള്ള മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അതിന്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഷീറ്റിനെ ലേസർ ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അതിനുശേഷം ബെൻഡിങ്ങിൽ വരും, ബെൻഡിങ്ങിൽ വരുന്നു. ഓക്കെ. അതിനുശേഷം വെൽഡിങ്ങിൽ വരും. ഈ ഒരു പ്രോസസ്സുകളാണ്. പക്ഷെ അതിന് ഇത്രയും മെഷീനറികൾ എന്തിനാണെന്നാണ് അല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൊമേഴ്ഷ്യൽ കിച്ചൺ പ്രൊജക്ഷൻ എന്നൊക്കെ പറയുന്ന മിനിമം 1 CR പ്രൊജക്റ്റാണ്. അതെ. കൊമേഴ്ഷ്യൽ കിച്ചൺ ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങളുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് 60+ ടേൺ ഓവേഴ്സ് ഉണ്ട്. ഓക്കെ. അപ്പം അതിനനുസരിച്ചുള്ള മെഷീനറി ആൾക്കാരും വേണ്ടി വരും ഇവിടെ. നമുക്ക് ഒരു പ്രൊജക്ട് ഒരു 20 ഡേയ്സിനുള്ളിൽ ഡെലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സൗത്ത് ഇന്ത്യ മുഴുവനായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അതെ, സൗത്ത് ഇന്ത്യ മുഴുവൻ. ഞങ്ങൾ ആക്ച്വലി കേരളയിൽ കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെ കിച്ചൺസ്, മോഡുലർ കിച്ചൺസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ രഞ്ജി പണിക്കർ സാറിൻ്റെ വീട്ടിൽ ചെയ്തിട്ടുണ്ട്, ഷെഫ് പിള്ള സാറിൻ്റെ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. അവിടെ ചെയ്തിട്ടുണ്ട് അല്ലേ? കുക്കിങ്ങിന്റെ മെയിൻ എക്സ്പെർട്ടുകളെ വീട്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താല്ലേ? ഓക്കെ. സ്റ്റീൽ കൊണ്ടുള്ള കിച്ചണ് അത്ര തന്നെ പ്രാധാന്യമുണ്ട്. അതായത് ഒരു സൈറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇവിടെ തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കും. ഓക്കെ. ഇതിന്റെ ഡോർസ് ഒക്കെ അലൈൻമെന്റ് ചെയ്യാൻ പറ്റുന്നതാണോ അതോ ഫിറ്റിംഗ്സ് ആദ്യം ഇവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ടേ വിടുള്ളൂ. ഇവിടുന്ന് ചെക്ക് ചെയ്തിട്ടേ വിടത്തുള്ളൂ. ഓക്കെ. ഇതെന്ന് പറഞ്ഞാൽ സ്റ്റോൺ ഡോർ ആണ്. ഇത് ഞങ്ങളുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്യാബിനറ്റ് ആണ്. ഓക്കെ. ഇത് കർവ്ഡ് ആണല്ലോ ഇതിന്റെ? അതെ. ഇത് ഞങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഇത് 1996 തൊട്ട് ഒരുപാട് സ്റ്റാർ ഹോട്ടൽസ് അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ കമ്പനീസിന് വേണ്ടിയിട്ടുള്ള ക്യാൻറ്റീൻസ്, സോ അവിടത്തേക്ക് വേണ്ടിയിട്ടുള്ള സപ്ലൈ മാനുഫാക്ചറിങ് എല്ലാം ഇവിടെ തന്നെയാണ് നടക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് പലതരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്. ഇതിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തേക്കുന്ന ഇൻഡക്ഷൻ റേഞ്ചസ് ആണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ കമ്പനികളിലൊക്കെ ഇൻഡക്ഷനാണ് ഇപ്പം അവർക്ക് മാൻഡേറ്ററി ആയിട്ട് വേണ്ടത്. അവിടെ നമുക്ക് ഗ്യാസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഗ്യാസ്, പിന്നെ ചാർക്കോൾ, അങ്ങനെ പലതരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട് ഇവിടെ. അതായത് ഇതൊക്കെ ബൾക്ക് കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്.
അറ്റ് എ ടൈം 150 personsന് വേണ്ടിയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെൻറ്റ്സ് ആണിത്. പിന്നെ ചൈനീസ് റേഞ്ച്, പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള കുക്കിംഗ് എക്യുപ്മെൻ്റ് ഉണ്ട്, ലൈക്ക് ഹെവി ബൾക്ക് കുക്കിംഗ്, അതുപോലെ തന്നെ ചെറിയ റെസ്റ്റോറൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള കുക്കിംഗ് റേഞ്ച്. ഓക്കെ, ഇതൊക്കെ എവിടെ ഉണ്ടെന്ന് ആർക്കും അറിയാത്ത മോഡലാണ് അല്ലേ? ഇത്രയും വലുപ്പത്തിൽ ഇതൊക്കെ ചെയ്ത് തരണമെങ്കിൽ അതിന് ആപ്റ്റ് ആകുന്ന ആളുകൾ വേണം. We have started this company in 1996 and still doing very good due to our services and the excellent quality of the products. Also, we are serving international and domestic market. He is Mr. Matthew, our Senior Manager Operations. സ്റ്റീൽ കിച്ചണിന് അപ്പുറം നമ്മൾ ഓരോന്നിൻ്റെയും ഫിനിഷാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഇതിൻ്റെ കൗണ്ടറിൻ്റെ ഫിനിഷ്, അതുപോലെ തന്നെ ഈ ഒരു ഡോറുകളുടെ ഫിനിഷ്, ഇതൊന്നും സ്റ്റീലായിട്ട് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല. അത് തന്നെയാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഞാൻ ഒന്ന് അടിച്ചു നോക്കട്ടെ ആദ്യം. ഈ സൗണ്ട് കേട്ടിട്ട് ഒരിക്കലും സ്റ്റീൽ ഫീൽ ഇല്ല, അകത്താണെങ്കിലും ഇല്ല കേട്ടോ. ഇവിടെ നമ്മൾ ട്രൈ ചെയ്യുന്ന സ്റ്റീലിൻ്റെ ഡ്യൂറബിലിറ്റി, അതേസമയം നമ്മുടെ ഒരു സാധാരണ വീട്ടിലേക്ക് ഏത് പ്രീമിയം ഹൗസിലേക്ക് വേണ്ടിയ എല്ലാ ഫിനിഷും സ്റ്റീലിൻ്റെ സപ്പോർട്ടോട് കൂടി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഈ കാണുന്ന കിച്ചൺ സ്റ്റോൺ കിച്ചൺ ആണ് അല്ലേ? സാധാരണ മാർക്കറ്റിൽ സെറാമിക് ഫിനിഷ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണിത്. സെറാമിക്കിനേക്കാൾ സുപ്പീരിയർ ആയിട്ടുള്ള പോർസിലിൻ മെറ്റീരിയലാണ് നമ്മൾ ഔട്ടർ ലെയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ചില സാമ്പിൾസ് ആണിത്. സോ മെറ്റലിൽ പ്രധാനമായിട്ടും മെറ്റലിലെ കളറിങ് പ്രോസസ്സൊക്കെ സിംഗിൾ ഷെയ്ഡായിരിക്കും. സോ അതിന് ടെസ്റ്റേഡ് ഫിനിഷ്, ആൻറ്റിക് ലുക്ക്, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോർട്സിലിൻ സ്ലാബ്സ് ആണ് നമ്മൾ ഇതിൻ്റെ ടോപ്പ് ലെയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഈ കാണുന്ന ഡോറിൻ്റെ ബേസിക് ഇത് സ്റ്റീലാണ്. അതേപോലെ ഇങ്ങോട്ട് വരുമ്പോൾ എത്ര 2 mm അത് 3 mm. 3 mm ഇൻസൈഡ് ഔട്ട് കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മുകളിൽ 3 mm പോർസിലിൻ ഇമ്പോർട്ടഡ് ടൈലാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ സാമ്പിളാണ് ഈ പറഞ്ഞത്. ഇത്രയും വെറൈറ്റീസ് ഉണ്ട് അല്ലേ? ഇതിൽ ചില സാമ്പിൾസ് മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. നമുക്ക് ഓൾമോസ്റ്റ് 50 ഷെയ്ഡ് ഇതിൽ തരാൻ പറ്റും. 50 ഷെയ്ഡാണ്. പിന്നെ നമുക്ക് ഏത് ഫിനിഷിലും കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരുന്ന ടോപ്പ് എന്താണ് കൊടുത്തിട്ടുള്ളത്? ഇവിടെ നമ്മളിപ്പോൾ ക്വാർട്സ് മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. സെയിം പോർസിലിൻ മെറ്റീരിയലും നമുക്ക് കൗണ്ടർ ടോപ്പ് ചെയ്യാൻ പറ്റും. വാൾസിൽ വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ ഗ്ലാസ് ആണ്. കളറിംഗ് ഒക്കെ നമ്മുടെ ഇൻഹൗസ് പ്രോസസ്സാണ്. സോ എനി കളർ ആർക്കിടെക്റ്റിൻ്റെ ഡിസൈനിൽ അനുസരിച്ച് ഏത് കളർ 6-7 ഷെയ്ഡ്സ് ഏത് വേണമെങ്കിലും മാറ്റ് ഫിനിഷിലും ഗ്ലോസി ഫിനിഷിലും നമുക്ക് തരാൻ പറ്റും. ഇത് വലിയ ഷട്ടറുകളിൽ ചെയ്ത നമ്മുടെ കോട്സ് അല്ലെങ്കിൽ ഇതിൻ്റെ 3 mm വരുന്ന ലെയർ അല്ലേ? അതെ. ഓക്കെ, അകത്ത് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലാസ് ഷെൽഫ് കൊടുക്കാനൊരു കാരണം നമ്മുടെ LED ലൈറ്റിംഗ് പാസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് വേണമെങ്കിൽ സോളിഡ് ഷെൽഫും ചെയ്യാൻ പറ്റും. ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് സോളിഡ് ഷെൽഫ് കാണാം. ഓക്കെ, കസ്റ്റമേഴ്സിന് എന്താണ് ആവശ്യം അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. അതെ. ഇതിൽ അസസറി, വുഡൻ കിച്ചണിൽ യൂസ് ചെയ്യുന്ന എല്ലാ അസസറിയും, മാർക്കറ്റിലുള്ള എല്ലാ സ്റ്റാൻഡേർഡ് അസസറീസും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിനകത്തൊക്കെ ഏത് ബ്രാൻഡുകളാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? ഇവിടെ പ്രീമിയം ബ്രാൻഡ് ബ്ലം, ലഗ്രാ സീരീസ് ആണ് ഈ സൈഡ്. ഈ സൈഡ് നമ്മൾ അന്താരോ സീരീസ്. സാമ്പിൾ ആണ്, ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം അല്ലേ? ടാൻഡം റോയേഴ്സ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്പെഷ്യൽ ബ്രാൻഡുകളാണ്. നമ്മൾ ഇപ്പോൾ പരിചയപ്പെടുത്തുന്ന കിച്ചണെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബ്രാൻഡഡ് കിച്ചൺ തന്നെയാണിത് അല്ലേ? ആ ഒരു രീതിയിലാണ് ഇതിന്റെ കോസ്റ്റും വരിക. നമ്മൾ ഏകദേശം ഇതിന്റെ സ്ക്വയർ ഫീറ്റ് റേഞ്ച് പറയുകയാണെങ്കിൽ എങ്ങനെ വരും? ഈ ഒരു നമുക്ക് വളരെ വൈഡ് റേഞ്ച് ഉണ്ട്. പെർ സ്ക്വയർ ഫീറ്റ് നമുക്ക് ഒരു 7-8 ഡിഫറെൻറ്റ് ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മാർക്കറ്റിൽ അവൈലബിൾ ഒക്കെ ഉള്ള ഏറ്റവും ഡ്യൂറബിൾ മെറ്റീരിയലാണ് ഇത്. ഇമ്പോർട്ടഡ് ഇറ്റാലിയൻ പോർസിലിൻ സ്ലാബ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ റേഞ്ച് അറൗണ്ട് 3 lakh അപ്വേർഡ്സ് ആണ്. ഓക്കെ, സോ അതിൽ ഈ കിച്ചൺ ഇപ്പോൾ ഈ സെറ്റപ്പ് മേ ബി അറൗണ്ട് 12 lakhs. സോ അഗെയിൻ അതിൽ ഒരുപാട് വേരിയബിൾസ് ഉണ്ട്. യൂസ് ചെയ്യുന്ന അസസറി, കൊടുക്കുന്ന ഫിനിഷ്, അതിൻ്റെ ഡിസൈൻ പാരാമീറ്റേഴ്സ്, ഇതൊക്കെ അനുസരിച്ച് ഓരോ പ്രോജക്റ്റും നമ്മൾ എടുത്തിട്ട് ആ ഡിസൈൻ എടുത്തിട്ട് അതിൻ്റെ കോസ്റ്റിംഗ് ചെയ്തിട്ടാണ് പ്രോജക്റ്റ് ക്ലോസ് ചെയ്യുന്നത്. അതായത് ഇതുപോലുള്ള കിച്ചണുകൾ ചെയ്യുകയാണെങ്കിൽ 3 ലക്ഷം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് എത്ര ബഡ്ജറ്റിൽ ഇത് ചെയ്യാം. ഇതിൽ വരുന്ന ആക്സസറി കൂടുന്നതിനനുസരിച്ച് വീണ്ടും കൂടുകയും ചെയ്യും. ഇത് കിച്ചൺ അടുത്ത് തന്നെ ഒരു അടിപൊളി ക്രോക്കറി ഷെൽഫ് അല്ലെങ്കിൽ ഒരു ബാർ യൂണിറ്റ് അല്ലേ? അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പല മെറ്റീരിയൽ ഒന്നിച്ച് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് പ്രോജക്റ്റ് ചെയ്യാൻ പറ്റും. സോ ആ ഏരിയ വെറ്റ് ഏരിയാസ്, ബേസിക് ഏരിയാസ്, വാൾ ക്യാബിനറ്റ് എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ വിത്ത് സെറാമിക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഇത് ടോട്ടലി ഡ്രൈ യൂസേജ് ആണ്. സോ ഈ ക്രോക്കറി വിത്ത് വൈൻ റാക്ക്, പിന്നെ ഇവിടെയുള്ള സ്പേസ് ടവർ, പാൻട്രി പുൾ ഔട്ട്, ഇതൊക്കെ നമ്മൾ GI-ലാണ് ചെയ്തേക്കുന്നത്. GI വിത്ത് പൗഡർ കോട്ടഡ് ഫിനിഷ്. ബാത്റൂമിൽ സ്റ്റോറേജ് വേണമെങ്കിൽ വുഡിൽ ഒരിക്കലും അത് പോസിബിൾ അല്ല. ഏത് വെച്ചാലും വിതിൻ ഷോർട്ട് ടൈം അത്
ഡിറ്റീരിയറേറ്റ് ആവും. അതിനുള്ള ലൈഫ് ലോങ് ട്രബിൾ ഫ്രീ സൊല്യൂഷനാണ് വാനിറ്റീസ് സ്റ്റീലിൽ ചെയ്യുന്നത്. അതെ. ഇതിന്റെ ഒരു ഫിനിഷ് സാധാരണ നമ്മൾ ലൂവേഴ്സ് കൊടുക്കുകയാണെങ്കിൽ അതിൽ ലൈറ്റ് കൊടുക്കുന്ന ഒരു ഫിനിഷ് ഇതും സ്റ്റീൽ തന്നെയാണ് ചെയ്തിട്ട്. ഇതും ടോട്ടലി സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇത് നമ്മുടെ വേറൊരു മോഡലാണ്. ഇവിടെ PU ഫിനിഷ്, മാറ്റ് ഫിനിഷ്, ക്ലാസിക് മോഡൽ എന്ന് പറയും നമ്മൾ ഇതിന്. പ്രോമിസ് ഇതാണ്, വുഡിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു അതിനൊക്കെ നമ്മൾ സ്റ്റീലിലൊരു ഓൾട്ടർനേറ്റ് തരാൻ പറ്റും. ഓക്കെ. ഈ ഒരു കിച്ചണിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി സ്റ്റീൽ ഒറ്റ പീസിലുള്ളതുപോലെ ഇതിൽ വെൽഡിംഗ് ഉണ്ട് അതിനകത്ത്. ഇത് വെൽഡഡ് ആണ്. നമുക്ക് എല്ലാ ടൈപ്പ് വെൽഡിംഗ് ഫെസിലിറ്റീസും ഉണ്ട്. ലേസർ വെൽഡിങ്ങിൻ്റെ ലേറ്റസ്റ്റ് ടെക്നോളജീസ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ആസ് എ റിസൾട്ട് ജോയിൻലെസ് ആയിട്ട് ടോട്ടലി ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള SS കൗണ്ടർ ടോപ്പ്. ഇതിനകത്ത് ലൈറ്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? LED ലൈറ്റ്സ് നമ്മുടെ എല്ലാ കിച്ചണിലും LED ഡീഫോൾട്ട് ആയിട്ട് വരും. ഓക്കെ. അത് അതിന്റെ കൂടെ തന്നെ ചെയ്യുന്നത് അതിന്റെ ഭംഗി എടുത്ത് കാണിക്കുന്നുണ്ട്. വാവ്, ഒരു വലിയ സ്റ്റോറേജ് തന്നെ ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. ഒരു വീട്ടിലേക്കുള്ള കംപ്ലീറ്റ് സ്റ്റോറേജ് ഒരു കോർണറിൽ ഒതുക്കിയിരിക്കുകയാണ്. സാധാരണ വീടുകളിൽ പലപ്പോഴും സംഭവിക്കാറുള്ളത് നമ്മുടെ കോർണർ യൂസ്ലെസ് ആയിട്ട് കിടക്കുക ചെയ്യുന്നത്. എന്നാൽ ആ കോർണറിനെ മനോഹരമായിട്ട് സെറ്റ് ചെയ്ത ഒരു സ്റ്റോറേജ് ആക്കി മാറ്റിയിരിക്കുകയാണ്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മാക്സിമം സ്റ്റോറേജുകൾ എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ഈ ഒരു കിച്ചണിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? എവിടെയാണ് അത് കൂടാതെ ബിൽറ്റ് ഇൻ അപ്ലയൻസ്, എനി അപ്ലയൻസ് എല്ലാം നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു സ്പേഷ്യസ് ആണ്. സാധാരണ കിച്ചണിനേക്കാൾ സൈസ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ സൈസുകൾ എങ്ങനെയാണ്? സൈസ് നോർമലി സ്റ്റാൻഡേർഡ് സൈസ് ആണ്. ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സോ ഓരോ സൈറ്റ് അനുസരിച്ച് ഡിസൈൻ ചെയ്തിട്ട് അത് കൺഫേം ഡിസൈൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വർക്ക് എടുക്കുന്ന സമയത്ത് സൈറ്റ് വിസിറ്റ് ചെയ്യുമോ? നമ്മൾ ഇനിഷ്യൽ സൈറ്റ് വിസിറ്റ് അവിടെ ഇത് നമുക്ക് സൈറ്റിൽ പോയിട്ട് ഒരു ഓൾട്രേഷനും സാധിക്കില്ലാത്തൊരു പ്രോഡക്റ്റാണ്. നമ്മൾ ഡബിൾ ചെക്ക് ചെയ്തിട്ട് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുള്ളൂ. ഇനിഷ്യൽ ഡിസൈൻ മെഷർമെൻ്റ് എടുത്ത് അതനുസരിച്ച് ഡിസൈൻസ് റെഡിയാക്കി പ്രൊഡക്ഷന് മുമ്പ് വീണ്ടും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്ത ശേഷമാണ് പ്രൊഡക്ഷനിലേക്ക് പോകുക. ഓക്കെ. അപ്പോൾ ഒരുപാട് ഐഡിയകൾ ഈ സ്റ്റീലിൽ വരികയാണ്. ഇത് സ്റ്റീൽ തന്നെയാണോ? അതും സ്റ്റീൽ തന്നെയാണ്. സ്റ്റീലിൽ നമ്മൾ വുഡൻ ടെസ്റ്റർ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ ഫാബ്രിക് ടെസ്റ്റർ കൊടുത്തിരിക്കുകയാണ് അല്ലേ? ഇതൊക്കെ നല്ലൊരു ഐഡിയാസ് ആണ്. കാരണം ആളുകൾ വെറൈറ്റികൾ ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും സംഭവിക്കാവുന്നത് പെട്ടെന്ന് ഡാമേജ് ആയി പോകുന്നതാണ്. അതിനുള്ള സൊല്യൂഷനുകളാണ് ഗ്ലാസ്സിൽ. അതായത് ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് ആണെങ്കിൽ സ്ലൈഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ ഇത് ഗ്ലാസ് ആണ്. ടോട്ടലി ഇൻ ഹൗസ് മാനുഫാക്ചേർഡ് GI വാർഡ്രോബ് വിത്ത് ലാക്റ്റേഡ് ഗ്ലാസ്, ഈവൻ ഇൻക്ലൂഡിങ് ഗ്ലാസ് കളറിംഗ് എല്ലാം നമ്മൾ ഇൻ ഹൗസ് പ്രോസസ്സാണ്. നമ്മൾ ഹാഫ് ലേയുടെ അസസറീസ് യൂസ് ചെയ്തിരിക്കുന്നു. സോ എനി അസസറി, സാരി പുൾ ഔട്ട്സ്, ഷൂ റാക്ക് എല്ലാം, ഡ്രോയേഴ്സ് വിത്ത് ലോക്ക്. ഓക്കെ. ഇതെല്ലാം ഒരു വാർഡ്രോബിനകത്ത് നിങ്ങൾ സെറ്റ് ചെയ്യും. വാർഡ്രോബിനകത്ത് വാട്ട് എവർ യു ക്യാൻ ഇമാജിൻ എല്ലാം സെറ്റ് ചെയ്യാം. അതായത് നമ്മളൊരു വീട്ടിലേക്കുള്ള കംപ്ലീറ്റ് ഇന്റീരിയർ ആണ് പറയാവുന്നത്. അതും സ്റ്റീലിൽ വരുന്ന ഇന്റീരിയർ, അതിനകത്ത് കൊടുക്കാൻ പറ്റുന്ന ആക്സസറീസ് ഒക്കെയാണ്. റാറ്റൻ ബാസ്കറ്റ്സ്, ജുവലറി ബോക്സ് എല്ലാം സെറ്റ് ആണ്. പിന്നെ ഹൈറ്റ് കൂടിയ വാർഡ്രോബ് നമുക്ക് പുൾ ഡൗൺ ഹാങ്കർ, എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു പ്രീമിയം സെറ്റപ്പാണ്. ഓക്കെ. സോ ഇതിനെ നമുക്ക് വീണ്ടും എക്കണോമി മോഡൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ നമ്പർ ഓഫ് അസസറീസ് റെഡ്യൂസ് ചെയ്യണം. പിന്നെ സ്ലൈഡിങ് വിട്ടിട്ട് നമുക്ക് നോർമൽ ഹിഞ്ച് വാർഡ്രോബ് ചെയ്യാൻ പറ്റും. സോ എന്ത് ചെയ്താലും നമ്മുടെ വർക്ക്മാൻഷിപ്പ് ഈ സോളിഡ് ഷെൽഫിംഗ് ആയിരിക്കും. ഓക്കെ. അതായത് നിങ്ങളുടെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ഈ ബോഡി സ്ട്രക്ചർ ആണ് അല്ലേ? അതൊരിക്കലും ഒരു മെറ്റലിന്റെ ഫീലോ നോയ്സോ ഒന്നും കൊടുക്കില്ല. ഡ്യൂറബിലിറ്റി ലൈഫ് ലോങ് ആണ്. ഇത് ആക്ച്വലി ടോട്ടലി ഗ്ലാസ് കിച്ചൺ ആണ്. ഗ്ലാസ്സിലെ മാറ്റ് ആൻഡ് ഗ്ലോസി ഫിനിഷിന്റെ കോമ്പിനേഷൻ ആണ്. കിച്ചൺ ഫുൾ GI ആണ്. അതിന്റെ ഫിനിഷിൽ ഒരിക്കലും GI ഒരു ഫീൽ, ഔട്ടർ ലുക്കിൽ ഒരു ഡിഫറൻസും ഫീൽ ചെയ്യില്ല. ഇവിടെ ഈ പോർഷൻ മാറ്റ് ഫിനിഷ് ഗ്ലാസ്, ഈ പോർഷൻ ഗ്ലോസി ഫിനിഷ്. നോർമലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ലാക്റ്റേഡ് ഗ്ലാസ് ഒരു അലൂമിനിയം പ്രൊഫൈൽ, ബാക്ക് സൈഡ് ഹോളോ ആയിരിക്കും. നമ്മുടെ ഷട്ടറിന്റെ സ്പെഷ്യാലിറ്റി സോളിഡ് ഷട്ടേഴ്സ് ആണ്. അതെ അതെ. എത്ര സൈസാണ് ഇതിന്റെ കൊടുക്കുന്നത്? വിഡ്ത്ത് ഇത് 20 mm ഷട്ടേഴ്സ് വിത്ത് 2 mm ഗ്ലാസ് ലാമിനേഷൻ. ഇങ്ങനെ വരുമ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ കൂടുതലും സ്റ്റീൽ കിച്ചനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനടുക്ക് നമ്മൾ തന്നെ GI കിച്ചൺ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ വ്യൂവേഴ്സിനൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, GI വേണോ സ്റ്റീൽ വേണോ എന്നുള്ളത്. എല്ലായ്പ്പോഴും സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഫസ്റ്റ് ഓപ്ഷൻ. സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫുഡ് ഗ്രേഡ് 304 മെറ്റീരിയൽ ആണ്. സോ അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ദെൻ വൈ GI? എല്ലാവർക്കും സ്റ്റെയിൻലെസ് സ്റ്റീൽ അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല.
സോ ജി ഐ യൂസ് ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ 90% ഡ്യൂറബിലിറ്റി ഉള്ള മെറ്റീരിയൽ, ബട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിനേക്കാൾ 30-35% കോസ്റ്റ് കട്ടിംഗ് ഉള്ള മെറ്റീരിയൽ. സോ അതുകൊണ്ട് മാത്രമാണ് ജി ഐ ഈസ് ഗിവൺ ആസ് എ സെക്കൻഡ് ഓപ്ഷൻ. ജി ഐയിൽ എത്ര മുതലാണ് നിങ്ങളുടെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്? സോ ജി ഐ നമുക്കൊരു 2 lakh സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 2 lakh സ്റ്റാർട്ട്. സോ 2 lakh ചെയ്യുന്ന ജി ഐ കിച്ചൺ ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ സ്ട്രേറ്റ് അവേ 3 lakh കോസ്റ്റ്. 3 lakh. ഓക്കെ, പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ഡബിൾ തന്നെ ആയിരിക്കും. അല്ല, അത് ഇത് ഗോൾഡും സിൽവറും മാതിരി രണ്ടും നമ്മുടെ ഓർണമെന്റ്സ് ആണ്. സോ ഗോൾഡ് ഇടുന്ന ഫീൽ വേറെ, സിൽവർ ഇടുന്ന ഫീൽ വേറെ. അതാണ് അതിന്റെ ഡിഫറൻസ്. ഓക്കെ, ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ടല്ലോ, അത് പൗഡർ കോട്ടിലാണോ ഈ ഫിനിഷ്? അതെ, നമുക്കൊരു എക്കണോമിക് കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ അപ്പുറത്ത് കണ്ട വാർഡ്രോബ് പ്രീമിയം സെഗ്മെന്റ് ആണ്, ഇത് എക്കണോമിക് കോൺസെപ്റ്റ്. ഇത് റെഡിമെയ്ഡ് സൈസസ് ആണ്, ഫിക്സഡ് സൈസസ്. നമുക്ക് 3-4 ഡിഫറെൻറ്റ് സൈസസ് കിട്ടും. 500 mm, 1000 mm, 1200, അങ്ങനെ 1800, അങ്ങനെയുള്ള സൈസസിലുണ്ട്. ഓക്കെ, അതായത് ഇത് കസ്റ്റമൈസ്ഡ് അല്ല, നിങ്ങൾക്ക് ജസ്റ്റ് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാവുന്ന സൈസുകളാണ്. ഇതുപോലെ അപ്പോൾ ഫിക്സഡ് ആയിട്ടുള്ള പ്രൈസും ഉണ്ടാവും അതിന്? ഇതിന്റെ പ്രൈസസും മോഡ്യൂൾ എത്ര മുതലാണ് ചെറിയ സൈസ് നിങ്ങൾ വരുന്നത്? ഒരു അറൗണ്ട് 20-23,000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. വൺ സെഗ്മെന്റ്. സോ ഇത് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ള പ്രോഡക്റ്റ് 100% കസ്റ്റമൈസ്ഡ് ആണ്, ഇഞ്ച് കസ്റ്റമൈസ്. സോ ഇത് വി ഹാവ് ടു കോംപ്രമൈസ് ഓൺ ദ സൈസസ്. സോ അതിൽ പ്രൈസ് അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഓക്കെ, ഞാൻ ഇവിടെ ഒരു അടിപൊളിയായിട്ടുള്ള ഐലൻഡ് അല്ലെങ്കിൽ എന്താ ഇത് കാന്റിലിവർ ആയിട്ട് നിൽക്കാൻ തോന്നുന്നു അല്ലേ? ഇതൊരു ഫ്ലോട്ടിംഗ് ടേബിൾ ആണ്. ആക്ച്വലി ഒറ്റ ലെഗിൽ നിൽക്കുന്ന ഒരു ഡൈനിങ് ടേബിൾ. നമ്മളിങ്ങനെ കാണിക്കണം, ഇതിന്റെ ലെഗ് ഇല്ല, ഇതിന് ലെഗ് ഇല്ലാത്ത ഒരു ടേബിൾ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഹാങ്ങിങ് ആണ്, പില്ലർ സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. ഈ പില്ലറിന്റെ സപ്പോർട്ടിൽ മാത്രമാണ് നിൽക്കുന്നത്. ഇതിപ്പോ വീടുകളിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും? ചെയ്യാൻ പറ്റും. ഇതിന്റെ അകത്ത് വരുന്നത് നിങ്ങളുടെ സ്റ്റീൽ സപ്പോർട്ടുകൾ തന്നെയാണ്, സ്റ്റീൽ ഫ്രെയിമിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അതിന് മേലെ വരുന്നത് ടോപ്പ് നമ്മൾ നേരത്തെ പോർസിലെയിൻ ആണോ? അതെ, ഇത് പോർസിലിൻ കൗണ്ടർ ടോപ്പാണ്. ഉണ്ട്. നമ്മൾ സാധാരണ ഒരു പ്രോജക്റ്റിന് നമ്മൾ വി ഹാവ് ടു ഗോ അറൗണ്ട് 4 ടൈപ്പ് ഡിസൈനിൻ്റെ ആവശ്യം വരും. നമ്മൾ ആദ്യം ഒരു എൻക്വയറി വരുമ്പോൾ നമ്മളൊരു 2D ഡയമെൻഷനിൽ അവർക്കൊരു ബഡ്ജറ്റിംഗ് കൊടുക്കുക. ബഡ്ജറ്റ് ഓക്കെ ആണെന്ന് അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമ്മൾ ദെൻ വി കൺവേർട്ട് ടു 3D. 3Dയിലാണ് ഫൈനലൈസ് ചെയ്യുക പ്രോജക്റ്റ്. സോ 3D അപ്രൂവ്ഡ് ആയി നമ്മൾ ഓർഡർ കൺഫേം ആയ ശേഷം നമ്മുടെ പ്രൊഡക്ഷനിലേക്ക് പോയാൽ അവിടെ അഗെയിൻ ദർ ആർ 2 ഡിസൈൻ ഫാക്ടേഴ്സ്. ഇത്രയും സമയം നമ്മൾ കണ്ടതൊക്കെ ടോട്ടലി കസ്റ്റമൈസ്ഡ് ടേൺകി പ്രോജക്ട്സ് ആണ്. അതുകൂടാതെ നമുക്കൊരു B2B സെഗ്മെൻ്റ് ഉണ്ട്. B2B സെഗ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ബേസിക്കലി വുഡൻ കിച്ചൺ ചെയ്ത് ബുദ്ധിമുട്ടിലായിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി കാർപ്പൻറ്റേഴ്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്. സോ അവർ എല്ലായിടത്തും വുഡൻ കിച്ചൻ്റെ മെയിൻ ഇഷ്യൂ വെറ്റേറിയയിലെ പ്രോബ്ലമാണ്. സോ അതിനുവേണ്ടി നമ്മളൊരു യുണീക്ക് സൊല്യൂഷൻ, ഇത് ഒരു ഡു ഇറ്റ് യുവർ സെൽഫ് കോൺസെപ്റ്റാണ്. റെഡി ടു അസംബിൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാനൽസ് വിത്ത് പ്രോപ്പർ എല്ലാ സ്ക്രൂ ഹോൾസും, ചാനൽ ഹോൾസ്, ഹാൻഡിൽ ഹോൾസ് ഒക്കെ റെഡി ഉണ്ടാവും. സോ അത് സൈറ്റിൽ നമ്മൾ ഡിഫറെൻറ്റ് മോഡ്യൂൾസ് കിട്ടും സൈസസ് അനുസരിച്ച്. സോ അവർക്ക് വെറ്റ് ഏരിയയിലേക്ക് മാത്രം വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതിനെ അസംബിൾ ചെയ്ത് ക്യാബിനറ്റ്സ് ആക്കാം. സോ എനി ടൈപ്പ് ഓഫ് ക്യാബിനറ്റ്, സിങ്ക് യൂണിറ്റ്, ടാൻഡം ബോക്സ് യൂണിറ്റ്, ജസ്റ്റ് സ്ക്രൂ ചെയ്താൽ മതി അവർക്ക്. ജസ്റ്റ് സ്ക്രൂ അസംബിൾ ചെയ്യാണ്. ഇതിൻ്റെ പിന്നെ ഒരു ബെനിഫിറ്റ് ഇതിൻ്റെ ഡെലിവറിയാണ്. വിതിൻ 7 days സോ വി ക്യാൻ ഈവൻ ഡെലിവർ എ എൻ്റയർ ഫുൾ കിച്ചൺ വിത്തൗട്ട് ദ ഡോർ. ഓക്കെ, അത് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഈ കിച്ചണിൻ്റെ വർക്ക് ആണെങ്കിൽ എത്ര ഡ്യൂറേഷൻ എടുക്കുന്നു? നോർമൽ കസ്റ്റമൈസ് കിച്ചൺ ഈ സ്റ്റാൻഡേർഡ് 30 days ആവശ്യമുണ്ട് ഈ ഫിനിഷിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. ഇങ്ങനെയുള്ളൊരു യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് 7 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്യാൻ പറ്റും. നമ്മൾ പ്രൊഡക്ഷൻ കണ്ടു, അതുപോലെ ഡിസ്പ്ലേകൾ കണ്ടു, ഒരുപാട് അറിവുകൾ നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ ഷെയർ ചെയ്തു. അതിനുമപ്പുറം ഈ ഒരു സർവീസസ് അല്ലെങ്കിൽ ഈ സ്റ്റീൽ കൊണ്ടുള്ള കിച്ചൺ വീടുകളിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എവിടെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്? അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ നമ്മളുടെ പ്രസൻസ് ഉള്ളത് ബേസിക്കലി ബാംഗ്ലൂർ, കർണാടക, കേരള, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ഫ്രാഞ്ചൈസി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. സോ അതിനോട് കൂടെ തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഒരു B2B സെഗ്മെൻ്റ് ഉണ്ട്, B2C സെഗ്മെൻ്റ് ഉണ്ട്. ഇനി പുതിയ ഫ്രാഞ്ചൈസി വൈഡ് ഓപ്പൺ ഓൾ ഓവർ ഇന്ത്യ. So all reputed areas, main cities, we are looking for new franchises. Okay. അപ്പോൾ ഫ്രാഞ്ചൈസികൾ ആവശ്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാനും കിച്ചൺ ആവശ്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കുക. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ലേ? വാട്സപ്പ് all details will provide. Okay. Thank you sir. Thank you so much.